നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷത്തിൻ്റെ ജ്യോതിഷ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. പഞ്ചാംഗ ഫലത്തിൽ നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് നിത്യയോഗ ഫലങ്ങളെ പറ്റിയാണ്. നിത്യയോഗം എന്ന് പറഞ്ഞാൽ ചന്ദ്രാർക്ക യോഗമാണ്. സൂര്യചന്ദ്രന്മാരുടെ സ്ഫുടത്തെ ആസ്പദമാക്കിയുള്ള യോഗങ്ങളെയാണ് നിത്യയോഗം എന്ന് പറയുന്നത്. അപ്പോൾ അത് എല്ലാ ദിവസവും മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഒരു ദിവസം മുഴുവൻ ഒരു നിത്യയോഗമാകണമെന്നില്ല. നിത്യയോഗങ്ങൾ സ്ഫുടമനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും സ്ഥാനമനുസരിച്ചാണ് നിത്യയോഗങ്ങൾ രൂപം കൊള്ളുന്നത്. അപ്പോൾ 27 നിത്യയോഗങ്ങളാണുള്ളത്. വിഷ്കമ്പം, പ്രീതി, ആയുഷ്മാൻ, സൗഭാഗ്യം, ശോഭനം, അതികണ്ഠം, സുകർമ്മ, ധൃതി, ശൂലം, ഗണ്ഡർ, വൃദ്ധി, ധ്രുവ, വ്യാഖ്യാത, ഹർഷണ, വജ്ര, സിദ്ധി, വ്യരീപാത, വരീയാൻ, പരിഘ, ശിവ, സിദ്ധ, സാധ്യ, ശുഭ, ശുഭ്ര, ബ്രഹ്മ, മാഹേന്ദ്ര, വൈധൃതി. ഇത്രയും യോഗങ്ങളാണ്, 27 യോഗങ്ങളാണ് നിത്യയോഗങ്ങളിൽ ഉൾപ്പെടുന്നത്. അപ്പം ഈ നിത്യയോഗങ്ങൾ കണക്ക് കൂട്ടി കണ്ടുപിടിക്കുന്നത് നമ്മൾ ഗണിതത്തിൽ പറയാം. ഇപ്പം നമുക്ക് ആ നിത്യയോഗങ്ങളുടെ ഫലം നമുക്ക് നോക്കാം. പഞ്ചാംഗം എടുത്ത് നമ്മൾ ഒരു ദിവസത്തെ 5 വിഭാഗങ്ങളും നോക്കിയാൽ നക്ഷത്രം, തിഥി, കരണം, വാരം, നിത്യയോഗം, ഈ 5 സാധനങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ നിത്യയോഗത്തിൽ ഓരോന്നും ആ നിത്യയോഗത്തിൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം കൊണ്ടായിരിക്കും പഞ്ചാംഗത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ നിത്യയോഗങ്ങളുടെ ഫലങ്ങൾ നമുക്ക് സാമാന്യമായിട്ട് ആദ്യം പഠിക്കാം. ആദ്യത്തേത് വിഷ്കമ്പ യോഗമാണ്. വിഷ്കമ്പ യോഗത്തിൽ ജനിക്കുന്നവൻ ദീർഘദർശിയായും, അതായത് മുൻകൂട്ടി കാണാനായിട്ട് കഴിവുള്ളവനായും മന്ത്ര നൈപുണ്യമുള്ളവനായും ഭവിക്കും. പശുക്കൾ ധാരാളമുള്ളവനായി തീരുന്നതാണ്. ശരീരത്തിന് അല്പം ഒരു കൂനുണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് വിഷ്കമ്പ യോഗത്തിൽ ജനിക്കുന്നവൻ്റെ ഫലം. പ്രീതി യോഗത്തിൽ ജനിക്കുന്നവൻ കർമ്മകുശലനായും ഗുണവാനായും എല്ലാവർക്കും പ്രിയമുള്ളവനായും ഭവിക്കും. സമ്പത്തും ബന്ധുബലവും ലഭിക്കുന്നവനായും ഭവിക്കും. അടുത്തത് ആയുഷ്മാൻ അല്ലെ ആയുഷ്മത് യോഗം എന്ന് പറയുന്ന യോഗമാണ്. മൂന്നാമത്തേത് ആയുഷ്മ യോഗത്തിൽ ജനിക്കുന്നവൻ ദീർഘായുസ്സും കീർത്തിയും പാണ്ഡിത്യവും സുഖവുമുള്ളവനായി ഭവിക്കും. ഭരണാധികാരമുള്ള ജോലി ലഭിക്കാൻ ഇടവരുന്നതാണ്, അല്ലെങ്കിൽ രാജ സമ്മാനിതനായിട്ട് ഭവിക്കും. അടുത്തത് സൗഭാഗ്യ യോഗമാണ്. നാലാമത്തേത് സൗഭാഗ്യ യോഗത്തിൽ ജനിക്കുന്നവൻ കൈകളിലും പാദങ്ങളിലും മത്സ്യരേഖയും ശംഖരേഖയും ഒക്കെ ഉള്ളവനായിട്ട് ഭവിക്കും. ധനം, സുഖം, മൃഷ്ടാന്ന ഭോജനം ഇവയോട് കൂടിയവനായും വിദേശവാസിയായും ഭവിക്കും. അപ്പോൾ ഈ സൗഭാഗ്യ യോഗമുള്ള ആളുകൾക്ക് വിദേശവാസ യോഗവും ഉണ്ട്. ശോഭന യോഗത്തിൽ ജനിക്കുന്നവൻ സമ്പത്തും സുഖവും ബന്ധുബലവും ഉള്ളവനായി ഭവിക്കും. ഭോജന സുഖവും സദാ ഉത്സാഹവുമുള്ളവനായി ഭവിക്കുന്നതാണ്. അതികണ്ഠ യോഗമാണ് അടുത്തത്. അതികണ്ഠ യോഗത്തിൽ ജനിക്കുന്നവൻ കലാവിദ്യകളിൽ ജ്ഞാനമുള്ളവനായിരിക്കും. പക്ഷെ ശഠപ്രകൃതവും കലഹപ്രിയത്വവും ഉള്ളവനായി ഭവിക്കും. ശരീരത്തിന് നീളമുണ്ടായിരിക്കും. ഈ അതികണ്ഠ യോഗം എന്ന് പറയുന്നത് ഒരു പൂർണ്ണമായും ശുഭയോഗമല്ല, ശഠപ്രകൃതി ആണ് ആ യോഗത്തിൽ ജനിക്കുന്നവരുടെ പ്രത്യേകത. വാശി അല്ലെങ്കിൽ പിടിവാശി അല്ലെങ്കിൽ ശഠപ്രകൃതി. സുകർമ്മ യോഗമാണ് അടുത്തത്. സുകർമ്മ യോഗത്തിൽ ജനിക്കുന്നവൻ ഏറ്റവും സദ്വർത്തനായും ഗുണവാനായും സുഖമുള്ളവനായും ഭവിക്കും. നല്ല ഭാര്യയോട് കൂടിയവനായും ധർമ്മിഷ്ഠനായും ഭവിക്കുന്നതാണ്. സ്ത്രീയാണെങ്കിൽ നല്ല ഭർത്താവോട് കൂടിയവളായും ധർമ്മനിഷ്ഠയുള്ളവളായും ഭവിക്കും. അടുത്തത് ധൃതി യോഗമാണ്. ധൃതി യോഗത്തിൽ ജനിക്കുന്നവൻ ശാസ്ത്രതൽപരനായും വാഗ്മിയായും പണ്ഡിതനായും സുഭകനായും പരദ്രവ്യത്തിൽ ആഗ്രഹമുള്ളവനായും ഭവിക്കും. ധൃതി യോഗത്തിൽ ജനിക്കുന്നവൻ ശഠപ്രകൃതി ആയിരിക്കും, അതായത് പിടിവാശിയുള്ള ആൾ ആയിരിക്കും. അടുത്തത് ശൂലയോഗമാണ്. ശൂലയോഗത്തിൽ ജനിക്കുന്നവൻ നല്ല ശരീരത്തോടു കൂടിയവനായും കലഹപ്രിയനായും കാമശീലവും ധനവും അഭിമാനവുമുള്ളവനായും കോപിയായും ഭവിക്കും. ശൂലയോഗത്തിൽ ജനിക്കുന്നവർക്ക് മുൻകോപം വളരെ പ്രധാനമായിട്ട് കാണുന്നതാണ്. അടുത്തത് ഗണ്ഡയോഗമാണ്. ഗണ്ഡയോഗത്തിൽ ജനിക്കുന്നവൻ ദീർഘകായനായും, അതായത് നീളമുള്ള ശരീരമുള്ളവനായും ദുരാചാരങ്ങളിൽ ഏർപ്പെടുന്നവനായും
കുലനാശത്തെ ചെയ്യുന്നവനായും ഭവിക്കും. അപ്പോൾ ഈ കുലനാശം എന്ന് പറയുമ്പോഴത്തേക്കും ആ കുടുംബം മുഴുവൻ നശിച്ചു പോവുക എന്ന് മനസ്സിലാക്കരുത്. കുലനാശം എന്ന് പറഞ്ഞാൽ കുലത്തിന് ചേരാത്ത പ്രവൃത്തികൾ ചെയ്യാനായിട്ട് താല്പര്യപ്പെടും എന്നാണ് മനസ്സിലാക്കേണ്ടത്. പഴയ കാലത്തെ ശാസ്ത്രമാണ് ജ്യോതിഷം എന്നുള്ളത് ഓർക്കണം. പണ്ട് ഓരോ കുലത്തിനും ഓരോ പ്രവൃത്തികൾ ഏർപ്പെടുത്തി കൊടുത്തിരുന്നു പഴയ ഭരണ സംവിധാനത്തിൽ. അപ്പോൾ ആ കുലാചാരങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നവനായിരിക്കും അല്ലെങ്കിൽ മാറി നടക്കുന്നവനായിരിക്കും എന്ന് അർത്ഥമാക്കിയാൽ മതി. അതാണ് ഗണ്ഡയോഗത്തിൽ. വൃദ്ധിയോഗമാണ് അടുത്തത്. വൃദ്ധിയോഗത്തിൽ ജനിക്കുന്നവൻ സമ്പൽ സമൃദ്ധിയുള്ളവനായും പണ്ഡിതനായും സൽബുദ്ധിയായും സൽപുത്ര കളത്രാനുഭവമുള്ളവനായും ഭവിക്കും. സമ്പൽ സമൃദ്ധിയുള്ളവനായിരിക്കും, നല്ല അറിവുള്ളവനായിരിക്കും, നേർബുദ്ധിയുള്ള ആളായിരിക്കും, അതിനെ ആരെ ഉപദ്രവിക്കാത്ത ഒരാളായിരിക്കും, നല്ല പുത്രന്മാരും നല്ല കുടുംബജീവിതമൊക്കെ ഉള്ള ആളായിരിക്കും. അടുത്തത് ധ്രുവയോഗമാണ്. ധ്രുവയോഗത്തിൽ ജനിക്കുന്നവൻ ഒത്ത ശരീരം, കായിക ശേഷി എന്നിവ ഉള്ളവനായിരിക്കും. സ്ഥിരോത്സാഹമുള്ളവനായിരിക്കും. വാക്കിന് സ്ഥിരതയും ക്ഷമയും സ്ഥിരമായ സമ്പത്തും ഉള്ളവൻ ആയിരിക്കും. അടുത്തത് വ്യാഖ്യാതം എന്ന് പറയുന്ന യോഗമാണ്. വ്യാഖ്യാത യോഗം. വ്യാഖ്യാത യോഗത്തിൽ ജനിക്കുന്നവൻ ക്ഷിപ്രകോപിയായിരിക്കും. ഒരു കണ്ണിന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു വികലത്വം അല്ലെങ്കിൽ വൈകല്യം ഉള്ളവനായി മാറും. ചപലനായി മാറുന്നതാണ് എന്ന് പറഞ്ഞാൽ മനസ്സിന് ചാഞ്ചല്യം ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ സമൂഹത്തിൽ മാന്യതയുള്ളവൻ ആയിരിക്കും. എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തി ആയിരിക്കും. അടുത്തത് ഹർഷണം. ഹർഷണ യോഗത്തിൽ ജനിക്കുന്നവൻ കുലമുഖ്യനായും സത്യവാദിയായും ഭവിക്കും. പരേങ്കിത ജ്ഞാനി ആയിരിക്കും എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മനസ്സിനെ അറിയാനുള്ള ഒരു അത്ഭുതകരമായ ശേഷി ഈ ഹർഷണ യോഗത്തിൽ ജനിക്കുന്നവർക്ക് ഉണ്ടായിരിക്കും. സ്ത്രീലോലനായും ഭവിക്കും. സ്ത്രീകളിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്നവനായി ഭവിക്കുന്നതാണ്. വജ്രയോഗമാണ് അടുത്തത്. വജ്രയോഗത്തിൽ ജനിക്കുന്നവൻ വളരെ അനർത്ഥങ്ങൾ ഉണ്ടാക്കുന്നവനായി ഭവിക്കും. മറ്റുള്ളവരുടെ ദോഷം കാണാനായിട്ട് അയാൾക്കൊരു പ്രത്യേക കഴിവ് ഉണ്ടായിരിക്കും. ഈ വജ്രയോഗം എന്ന് പറയുന്നത് പേര് വജ്രം എന്നാണെങ്കിൽ പോലും ഒരുപാട് കലഹപ്രിയത്വം അല്ലെങ്കിൽ കലഹമുണ്ടാക്കുന്ന ഒരു സ്വഭാവം ഈ വജ്രയോഗക്കാർക്ക് ഉണ്ടായിരിക്കും. മറ്റുള്ളവരുടെ ദോഷങ്ങൾ കാണുന്നവനായിരിക്കും. അപ്പം അയാളൊരു പരിശോധനകളൊക്കെ നടത്തുന്ന ഒരാളാണ് എങ്കിൽ അയാൾക്ക് പെട്ടെന്ന് തന്നെ ക്രമക്കേടുകളൊക്കെ കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. അതാണ് ഒരു പോസിറ്റീവ് സൈഡ്. അതേസമയത്ത് എത്ര നല്ലവരായ ആൾക്കാരിലും തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു പ്രവണത ആണ് അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള സൈഡ്. അപ്പോൾ രണ്ട് തരത്തിലും വജ്രയോഗമുള്ളവന് ഏതൊരു അന്വേഷണത്തിലും സത്യം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അതായത് ചെമ്പ് തെളിയിക്കുക എന്ന് പറയാം. സ്വർണം പരിശോധിക്കുമ്പോൾ ചെമ്പ് തെളിയിക്കുക എന്നൊരു ചൊല്ലുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ വ്യാജ ആയിട്ടുള്ള ഭാഗം കണ്ടുപിടിക്കുക എന്നുള്ളത്. അതിന് വജ്രയോഗക്കാർ വളരെ സമർത്ഥരായിരിക്കും. അതേസമയത്ത് മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് അതിനകത്തെ ഒരു ന്യൂനതയായിട്ട് പറയാനുള്ളത്. സിദ്ധയോഗമാണ് അടുത്തത്. സിദ്ധയോഗത്തിൽ ജനിക്കുന്നവൻ ശുദ്ധമായ ശരീരത്തോടു കൂടിയവനായും ഐശ്വര്യവും ബുദ്ധിയും ബലവും ഉള്ളവനായും ഭവിക്കും. സത്സന്താന ഗുണം ഉണ്ടായിരിക്കും. നല്ല സന്താനങ്ങൾ ഉണ്ടാകാനുള്ള ഗുണം ഉണ്ടായിരിക്കും. വ്യതിപാതമാണ് അടുത്തത്. വ്യതിപാത യോഗത്തിൽ ജനിക്കുന്നവൻ വളരെ അനർത്ഥങ്ങൾ ഉണ്ടാക്കുന്നവനായി ഭവിക്കും. എല്ലായിടത്തും തോൽവി പറ്റാനുള്ള സാധ്യതയുണ്ട്. മൂർഖത്വം ഉണ്ടായിരിക്കും. എന്നാൽ സമൂഹത്തിൽ പ്രഭുത്വമുള്ളവനും ആയിരിക്കും. വ്യതിപാത യോഗത്തിൽ ജനിക്കുന്നവന് അനർത്ഥങ്ങളിൽ ചെന്നുപെടും. അതാണ് ആ യോഗത്തിൻ്റെ ഒരു പ്രത്യേകത. എല്ലായിടത്തും തോൽവി പറ്റുന്നവനായും എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിലും ആദ്യം തന്നെ അതിനകത്ത് വിജയിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. വിജയിക്കുകയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആദ്യം ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം ആദ്യം തന്നെ വിജയം കണ്ടെത്തുന്ന ഒരു ജീവിത അനുഭവമായിരിക്കില്ല ഉണ്ടായിരിക്കുന്നത്. മൂർഖനായി ഭവിക്കും എന്ന് പറഞ്ഞാൽ ശഠത്വം അല്ലെങ്കിൽ ഞാൻ പറയുന്നതാണ് ശരി എന്നുള്ള ഒരു മൂർഖത്വം ഉണ്ടായിരിക്കും. തൻ്റെ അധികാരം അടിച്ചേൽപ്പിക്കാനുള്ള ഒരു പ്രവണത. പക്ഷേ പ്രഭുത്വമുള്ളവനായിരിക്കും. സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന സ്ഥാനമാനങ്ങളുള്ള ആളായിരിക്കും. വരിയാൻ എന്ന് പറയുന്ന യോഗമാണ് അടുത്തത്. വരിയാൻ യോഗത്തിൽ ജനിക്കുന്നവൻ സദാചാര നിരതനും ധനവാനുമായിരിക്കും. ബന്ധുക്കൾക്ക് ഉപകാരം ചെയ്യുന്നവനായിരിക്കും. നല്ല കളത്ര യോഗമുള്ള ആളായിരിക്കും. അഭിമാനവും ധൈര്യവും ഉള്ളവനായി ഭവിക്കുന്നതാണ്. ശരീരത്തിന് പിത്തപ്രകൃതിയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. പരിഘയോഗമാണ് അടുത്തത്. പരിഘയോഗത്തിൽ ജനിക്കുന്നവൻ അന്യന്മാരെ ഉപദ്രവിക്കുന്നവനും
ആയുധ പരിശീലനം നടത്തുന്നവനുമായിരിക്കും, അല്ലെങ്കിൽ അതിന് താല്പര്യമുള്ളവൻ ആയിരിക്കും. കൃശഗാത്രനും നിർധനനുമായി മാറാനുള്ള സാധ്യതയുണ്ട്. ഏതൊരു കാര്യത്തിൽ ഇടപെട്ടാലും വിഘ്നങ്ങൾ നേരിടുന്നവനായി ഭവിക്കും. പക്ഷേ ഈ വിഘ്നങ്ങൾ നേരിടുന്നു എന്ന് പറയുമ്പോൾ അയാൾക്ക് മറ്റൊരു ഗുണവശം ഉള്ളത്, ഈ പരിഖയോഗത്തിൽ ജനിക്കുന്നവർക്ക് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ഒരു കഴിവുകൂടെ ഉണ്ടായിരിക്കും. പക്ഷെ അയാൾ ഇവിടെ ചെന്ന് കഴിഞ്ഞാലും പ്രതിസന്ധികൾ ഉണ്ടാകും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകും. ശിവയോഗമാണ് അടുത്തത്. ശിവയോഗത്തിൽ ജനിക്കുന്നവൻ ശാന്തനായും സജ്ജനങ്ങളാൽ ബഹുമാനിക്കപ്പെടുന്നവനായും ദൈവഭക്തനും ധനവാനുമായും ഭവിക്കും. സിദ്ധയോഗം. സിദ്ധയോഗത്തിൽ ജനിക്കുന്നവൻ പരിശുദ്ധ ഹൃദയമുള്ള ആളായിരിക്കും. പ്രസിദ്ധനായി മാറും. സദാചാര നിരതനായിരിക്കും. എപ്പോഴും പ്രശസ്തിയെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. വിജ്ഞാനവും ധനവുമുള്ളവനായും ഭവിക്കും. സാധ്യയോഗം. സാധ്യയോഗത്തിൽ ജനിക്കുന്നവൻ ഏറ്റവും ധർമ്മിഷ്ഠനായും വിദ്വാനായും സംഗീത കലകളിൽ പ്രിയവും വാസനയും ഉള്ളവനായും ധനവാനായും സുഖിമാനായും ഭവിക്കും. അതാണ് സാധ്യയോഗം. അടുത്തത് ശുഭയോഗമാണ്. ശുഭയോഗത്തിൽ ജനിക്കുന്നവൻ ശുദ്ധാത്മാവായും രാജപൂജിതനായും ഭവിക്കും. അല്ലെ രാജാധികാരമുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവനായും ഭവിക്കും. അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗം ലഭിക്കാനുള്ള യോഗം എന്ന് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് പറയാം. നല്ല ഭാര്യയോട് കൂടിയവനായും ധനവും സുഖവും ബഹുമാന്യതയും ഉള്ളവനായും ഭവിക്കും. കാഴ്ചയിൽ സുന്ദരമായ ശരീരമുള്ള ആളായിരിക്കും. അപ്പം ആരോഗ്യവും സൗന്ദര്യവുമുള്ള ആളായിരിക്കും ശുഭയോഗത്തിൽ ജനിക്കുന്നവൻ. അടുത്തത് ശുഭ്രയോഗം. ശുഭ്രയോഗത്തിൽ ജനിക്കുന്നവൻ അഭിമാനവും ധനവും വിദ്വത്വവും ഉള്ളവനായും പക്ഷേ മൂർഖ സ്വഭാവിയായും ഭവിക്കും. മൂർഖ സ്വഭാവം എന്ന് പറഞ്ഞാൽ പിടിവാശിയും അധികാരം പ്രയോഗിക്കുന്ന ഒരു രീതിയുമാണ്. അത് ബന്ധുക്കളുടെ മേലാണെങ്കിലും മക്കളുടെ മേലാണെങ്കിലും ഒക്കെ അധികാരം പ്രയോഗിക്കുന്ന ഒരു സ്വഭാവമാണ് ഈ മൂർഖ സ്വഭാവം എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ബ്രഹ്മയോഗമാണ്. ബ്രഹ്മയോഗത്തിൽ ജനിക്കുന്നവൻ ബ്രഹ്മജ്ഞാനിയായിരിക്കും. പണ്ഡിതനായും വിവേകവും ത്യാഗവും ഭോഗസുഖവും ധനവും ഉള്ളവനായും ഭവിക്കും. കഫപ്രകൃതി ആയിരിക്കും. അടുത്തത് മാഹേന്ദ്രയോഗം. മാഹേന്ദ്രയോഗത്തിൽ ജനിക്കുന്നവൻ പരോപകാരിയായും ജ്ഞാനിയായും ബുദ്ധിമാനായും ശ്രീമാനായും ഭവിക്കും. മഹേന്ദ്രയോഗം എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ഒരു സ്വഭാവ രീതിയായിരിക്കും. പക്ഷേ ക്ഷിപ്രകോപിയായിരിക്കും. വാദപ്രകൃതിയായ ശരീരത്തോട് കൂടിയവനായിരിക്കും. അടുത്തത് 27ാമത്തെ യോഗമാണ് വൈധൃതി യോഗം. വൈധൃതി യോഗത്തിൽ ജനിക്കുന്നവൻ ക്രീഡാദികളിൽ ആസക്തനായിരിക്കും. സുന്ദരനായിരിക്കും. ആഡംബരപ്രിയത്വമുള്ള ജീവിതമായിരിക്കും. സത്യവാനായും ധനവാനായും ഭവിക്കുന്നതാണ്. പക്ഷേ അയാളുടെ ദൃഷ്ടിക്ക് എന്തെങ്കിലും ഒരു വികടത ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ നോട്ടത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും. നോട്ടത്തിന് വൈകല്യം ആകാൻ ചിലപ്പം, അല്ലെങ്കിൽ ഒരു വികടതയാകാം. ആ നോട്ടത്തിൽ നമുക്കൊരു ഇഷ്ടക്കേട് അനുഭവപ്പെടുന്ന നോട്ടമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതാണ് വൈധൃതി യോഗത്തിൻ്റെ ഗുണദോഷ ഫലങ്ങൾ. ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ യോഗങ്ങൾക്കും ഗുണഫലവും ഉണ്ട്, ദോഷഫലവും ഉണ്ട്. ഏറിയും കുറഞ്ഞും ഇരിക്കും. പിന്നെ പൊതുവായ ഒരു തത്വം എന്ന് പറയുന്നത് ശുഭഫലങ്ങൾ മാത്രം, കൂടുതൽ ശുഭഫലങ്ങളുള്ള നിത്യയോഗങ്ങൾക്ക് വെളുത്ത പക്ഷത്തിൽ പുഷ്ടി കൂടുതലായിരിക്കും. വെളുത്ത പക്ഷത്തിൽ നല്ല നിത്യയോഗങ്ങൾ ജനിക്കുന്ന ആളുകൾക്ക് ആ ഗുണഫലങ്ങൾക്കുള്ള പുഷ്ടി കൂടുതലായിരിക്കും. അതുപോലെ തന്നെ കറുത്ത പക്ഷത്തിൽ ഈ ഗുണഫലങ്ങൾ പറയുന്ന തിഥികൾക്ക് ഗുണഫലം കുറവായിരിക്കും. ദോഷഫലങ്ങൾ കൂടുതലുള്ള നിത്യയോഗങ്ങളെ സംബന്ധിച്ചിടത്തോളം കറുത്ത പക്ഷത്തിൽ ആ ദോഷഫലങ്ങൾക്ക് ബലം കൂടുതലായിരിക്കും. ദോഷഫലങ്ങളുള്ള നിത്യയോഗങ്ങൾക്ക് വെളുത്ത പക്ഷത്തിൽ ദോഷഫലം കുറവായിരിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരും. അപ്പം ഗുണഫലമുള്ള തിഥികൾ വെളുത്ത പക്ഷത്തിലും കൂടെ വരികയാണെങ്കിൽ ഗുണം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ദോഷഫലങ്ങളുള്ള തിഥികൾ കറുത്ത പക്ഷത്തിൽ വന്നാൽ ദോഷം കൂടുതലായിരിക്കും. അപ്പോൾ അത്രയും കാര്യങ്ങളെ നമുക്ക് ഈ നിത്യയോഗങ്ങളുടെ ഫലങ്ങളെപ്പറ്റി ഇപ്പോൾ മനസ്സിലാക്കാനുള്ളൂ. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ പഞ്ചാംഗങ്ങളിലെ 5 അംഗങ്ങൾ ഗണിച്ചെടുക്കുന്നതെന്നുള്ളത് നമുക്ക് പിന്നീട് ഗണിതത്തിൽ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സുകൾ മനസ്സിലാകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.